കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിലെ മുന്നണികൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ യുവത്വത്തിന് സ്ഥാനമെവിടെയെന്ന ചോദ്യം ഉയരുകയാണ്. LDFും UDFും BJPയും മത്സരിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന രീതിയായിരുന്നു. പഴയ നേതാക്കൾ തന്നെ വീണ്ടും മത്സര രംഗത്തേക്ക്. പ്രായാധിക്യം മൂലം മാറ്റി നിർത്തപ്പെട്ട പന്ന്യൻ രവീന്ദ്രന് പോലും ലോക്സഭാ സീറ്റ് ലഭിച്ചിരിക്കുന്നു. ഇന്നത്തെ യുവാക്കളിൽ പലരും ജനിച്ചതു മുതൽ കാണുന്ന നേതാക്കൾ തന്നെയാണ് ഇപ്പോഴും സ്ഥാനാർത്ഥികളായി ഓരോ ചുവരിലും സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഓരോ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും യുവത്വങ്ങൾക്ക് സീറ്റ് നൽകുമെന്ന വാക്ക് മുന്നണികൾ കാറ്റിൽ പറത്തിയാണ് ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടക്കുന്നത്. കേരളത്തിലെ ജനസംഖ്യയിൽ 29 വയസ്സിനും 45 വയസ്സിനുമിടയിൽ പ്രായമുള്ളവരുടെ എണ്ണമാണ് കൂടുതലെങ്കിലും ആ യുവത്വങ്ങളെ പ്രതിനിധീകരിച്ച് സ്ഥാനാർത്ഥികളാകുന്നവരുടെ എണ്ണം 1-2 മാത്രം. LDFിൽ നിന്നും യൂത്തന്മാരിൽ ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം 2. മലപ്പുറത്ത് മത്സരിക്കുന്ന 40 വയസ്സുള്ള V വസീഫും മാവേലിക്കരയിൽ മത്സരിക്കുന്ന 34 വയസ്സുള്ള അരുൺകുമാറും കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മുന്നണി സ്ഥാനാർത്ഥിയാണ് അരുൺകുമാർ. 70നും 80നും ഇടയിൽ പ്രായമുള്ള 5 നേതാക്കളാണ് LDF കളത്തിലിറക്കിയിരിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രൻ, തോമസ് ഐസക്, MV ബാലകൃഷ്ണൻ, തോമസ് ചാഴിക്കാടൻ, ആനി രാജ എന്നിവരാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. 60നും 70നും ഇടയിൽ വരുന്നവർ മുകേഷ്, C രവീന്ദ്രനാഥ്, A വിജയരാഘവൻ, എളമരം കരീം, KK ശൈലജ, MV ജയരാജൻ എന്നിവരാണ്. 50നും 60നും ഇടയിൽ K രാധാകൃഷ്ണൻ, KS ഹംസ, V ജോയ്, AM മാരിഫ്, ജോയ്സ് ജോർജ്, KJ ഷൈൻ, VS സുനിൽകുമാർ എന്നിവരാണ്. ഇനി UDFിന്റെ സ്ഥാനാർത്ഥികളെ എടുത്താൽ അതിൽ 70നും 80നും ഇടയിൽ വരുന്നവർ ബെന്നി ബെഹന്നാൻ, ET മുഹമ്മദ് ബഷീർ, MK രാഘവൻ, K സുധാകരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരാണ്. 60നും 70നും ഇടയിൽ പ്രായമുള്ളവരാണ് കൂടുതൽ പേരും. ശശി തരൂർ, അടൂർ പ്രകാശ്, NK പ്രേമചന്ദ്രൻ, ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ, K ഫ്രാൻസിസ് ജോർജ്, K മുരളീധരൻ, അബ്ദുസമദ് സമദാനി എന്നിവരാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. 50നും 60നും ഇടയിൽ വരുന്നത് VK ശ്രീകണ്ഠൻ, രാഹുൽ ഗാന്ധി എന്നിവരാണ്. യുവത്വങ്ങളെ പ്രതിനിധീകരിച്ച് UDFിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ 42 വയസ്സുള്ള ഡീൻ കുര്യാക്കോസ്, 38 വയസ്സുള്ള രമ്യ ഹരിദാസ്, 41 വയസ്സുള്ള ഷാഫി പറമ്പിൽ, 40 വയസ്സുള്ള ഹൈബി ഈഡൻ എന്നിവരാണ്. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും സ്ഥാനാർത്ഥികളെ താരതമ്യം ചെയ്യുമ്പോൾ യുവത്വത്തിന്റെ കാര്യത്തിൽ കുറച്ചു മുൻതൂക്കം കോൺഗ്രസിന് തന്നെ. BJPയുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഭൂരിഭാഗം മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു. നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ 70നും 80നും ഇടയിൽ പ്രായമുള്ളത് ഡോക്ടർ അബ്ദുൾ സലാമിന് മാത്രം. 60നും 70നും ഇടയിൽ പ്രായമുള്ളത് 2 പേർക്ക്, സുരേഷ് ഗോപിക്കും C രഘുനാഥിനും. 50നും 60നും ഇടയിൽ പ്രായമുള്ളവർ ശോഭ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, ബൈജു കലാശാല, KA ഉണ്ണികൃഷ്ണൻ, C കൃഷ്ണകുമാർ, നിവേദിത സുബ്രഹ്മണ്യൻ, MT രമേശ് എന്നിവരാണ്. അനിൽ ആന്റണി, പ്രബുല്ല കൃഷ്ണ എന്നീ 38കാരും ML അശ്വിനി എന്ന 37കാരിയും യുവത്വങ്ങളെ പ്രതിനിധീകരിച്ച് സ്ഥാനാർത്ഥിയായിരിക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും യുവത്വങ്ങൾക്ക് സ്ഥാനമുണ്ടാകുമെന്ന് അടിവരയിട്ട് പറയുന്ന മുന്നണികൾ സ്ഥാനാർത്ഥി പട്ടിക ഇറക്കുമ്പോൾ പെൻഷൻ പറ്റിയവരായിരിക്കും അതിൽ കൂടുതൽ സ്ഥാനം പിടിക്കുക. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അത് തന്നെ ആവർത്തിക്കുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് പരിഹരിക്കുമെന്ന ഉറപ്പ് മുന്നണികൾ നൽകുമ്പോഴും സ്ഥിതി ഇതുതന്നെ ആവർത്തിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. യുവതലമുറയ്ക്ക് വഴിമാറേണ്ടവർ അവർക്ക് വിലങ്ങുതടിയായി നിൽക്കുമ്പോൾ ജനാധിപത്യം എന്ന വാക്ക് ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല.